ഹാലേലുയ്യ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ തിരുലിഖിതം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നരുളി ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നീതിമാനെ എന്നും മാനിക്കുക എന്നതിനെ കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ നീ പതിയിരിക്കരുത്, അവനെ ആക്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ഒരുപാട് കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന തടസ്സത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ തക്കവണ്ണം ദൈവം തൻ്റെ ശക്തി അയക്കും. കാലങ്ങളായി പൈശാചിക പീഡ അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആ പീഡകൾ വിട്ടുപോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. സ്ലീഹന്മാർ ഈ രണ്ട് പേരായി സുവിശേഷ ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ യേശു അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സ്ലീഹന്മാർ, യേശുവിന് ശിഷ്യന്മാർ വചനം പ്രസംഗിച്ചപ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിച്ചു. ഇപ്പോൾ ടെലിവിഷൻ ഓണാക്കി ഭവനങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ സാത്താൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കും. തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകും, കോട്ടകൾ തകരും. ജെറിക്കോ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന വൻ മതിലുകൾ, തടസ്സത്തിന്റെ വൻ കോട്ടകൾ ഛിന്ന ഭിന്നമായി പോകും എന്ന് തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒരു വ്യക്തി, ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ത്രേസ്യാമ. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂരിൽ ആണ് എൻ്റെ വീട്. എനിക്ക് 36 വയസ്സായി. എൻ്റെ കല്യാണം നടന്നിട്ടില്ല. വരുന്ന ആലോചനകളെല്ലാം മാറി പോകുന്നു. 12 വർഷത്തിലധികമായി എനിക്ക് ആലോചന തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ടി വിയിൽ കൂടിയുള്ള പ്രാർത്ഥന ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ടി വിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. എന്തോ എനിക്കൊരു മടിയും തടസ്സവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ 2011 ജനുവരി മാസത്തിൽ ഏതാനും ഞായറാഴ്ചകൾ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്നു പേരുള്ള അട്ടപ്പാടിയിൽ നിന്ന് പ്രഘോഷണം ചെയ്യുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നു. എൻ്റെ വിശ്വാസം കുറേശ്ശെ വർദ്ധിച്ചു. എനിക്ക് ആ കൂട്ടായ്മയിൽ ഇരുന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തോന്നി. ഒരു ഞായറാഴ്ച വചനപ്രഘോഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ പല വ്യക്തികളുടെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം ഉണർന്ന് ഞാൻ അന്ന് പറഞ്ഞു, കർത്താവേ, 36 വയസ്സായി, എൻ്റെ കല്യാണം നടന്നിട്ടില്ല. അവിടുന്ന് ഇടപെട്ട് ഈ വേനൽക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ വിവാഹ തടസ്സം മാറ്റി എന്നെ ഭർത്തൃമതിയാക്കണമേ. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഫെബ്രുവരി മാസത്തിൽ, പിറ്റേ മാസം ഫെബ്രുവരി മാസത്തിൽ തന്നെ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഏപ്രിൽ മാസം 30-ാം തീയതി മനസ്സമ്മതവും മെയ് 16-ാം തീയതി കല്യാണവും നടന്നു. 2011 വേനൽക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തമ്പുരാൻ ഇടപെട്ട് ഞാൻ ഭർത്തൃമതിയായി. ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് കൂടെ എൻ്റെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നും ദൈവം ജീവിക്കുന്നു, ഞാൻ അതിന് സാക്ഷിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ഏതെങ്കിലും വിധത്തിൽ ജീവിതത്തിൽ കണ്ണുനീരും തടസ്സവും വേദനയുമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ നിന്റെ ജീവിതം കടന്നു പോകുന്നത്? ഇതാ
ഈ വചനപ്രഘോഷണം നടക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ തടസ്സങ്ങൾ, വലിയ ജെറിക്കോ മതിൽ പോലുള്ള വലിയ തടസ്സത്തിന്റെ വൻകോട്ടകൾ തവിട്ട് പൊടിയായി തകർന്നടിച്ച് നിലംപതിക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഒരു പാതയൊരുക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി മകനെ മകളെ, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പോൾ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിന് മേലൊരു കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ, അത്ഭുതങ്ങൾ കാണാൻ, ഇന്ന് കർത്താവിന്റെ ജീവിക്കുന്ന കർത്താവിന്റെ സ്പർശനം അനുഭവിക്കാൻ തക്കവണ്ണം അത്ഭുത ശക്തി ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചനം കേൾക്കാൻ തടസ്സമായി ഏതെങ്കിലും മകനോ മകളോ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെങ്കിൽ, ഇരിക്കാൻ പറ്റാതെ വസ്വസ്ഥനായി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ വചനം കേൾക്കുന്ന തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ. അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കണമേ. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ മേൽ ഇപ്പോൾ ഈ സമയം പരിശുദ്ധാത്മാവെ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ഒരു ദുഷ്ടനെ പോലെ നീ പതിയിരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനസ്സ് വിശുദ്ധ ലിഖിതങ്ങളിൽ അബ്രാഹം തൊട്ട് ഇങ്ങോട്ടുള്ള അനവധി നീതിമാന്മാരോട് ഇടപെട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്. ഞാനും നിങ്ങളും നീതിമാന്മാരെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു കുടുംബത്തെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനതയെ, ദൈവം നീതീകരിച്ചവരെ ഞാനും നിങ്ങളും എന്നും മാനിക്കണമെന്ന്, ആദരിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉടനെ തന്നെ ചോദ്യം വരികയാണ്, അങ്ങനെ ആദരിച്ചില്ലെങ്കിലോ, അവരെ അങ്ങ് അപമാനിച്ചാലോ, അവർക്കെതിരെ ഇല്ലാവചനങ്ങൾ പറഞ്ഞു പരത്തിയാലോ, അവർക്കെതിരെ കള്ളസാക്ഷി കോടതി പോയി പറഞ്ഞാലോ, അവരെ കള്ളക്കേസിൽ കുടിക്കാൻ എനിക്കെന്തുണ്ടാവും? ഞാൻ അവരെ മനഃപൂർവ്വം വേദനിപ്പിച്ചാൽ എനിക്കെന്ത് കുഴപ്പം വരും? ഇങ്ങനെ ചിലരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു എതിർചിന്ത ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുത്തരം എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചന ഗ്രന്ഥത്തിൽ 25-ാമത്തെ അധ്യായം, അവിടെ 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. ആമോന്യർ എന്ന് പറയുന്ന ഒരു ജനതയെ കുറിച്ച് ഇതാ സ്വർഗത്തിലെ ദൈവം എസെക്കിയേൽ പ്രവാചകനിലൂടെ ഒരു ദൂത് കൊടുക്കുകയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആനന്ദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരമുയർത്തുകയും നിന്നെ ജനതകൾക്ക് കവർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. ജനതകളിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിക്കും, രാജ്യങ്ങളിടയിൽ നിന്ന് നിന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും, ഞാൻ നിന്നെ നശിപ്പിക്കും, ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അനുഭവിച്ചറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെ ഞെട്ടലോടെ വായിച്ച ഒരു ദൈവവചന ഭാഗമാണിത്. എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ഒരു ദൈവദാസൻ അപമാനിക്കപ്പെട്ടാൽ, എൻ്റെയും നിങ്ങളുടെ നാട്ടിൽ ദൈവം നീതീകരിച്ച ദൈവത്തിൻ്റെ ഒരു നീതിമാൻ അപമാനിക്കപ്പെട്ടാൽ, ദൈവത്തിൻ്റെ ഒരു നീതിമാൻ ദുഷിക്കപ്പെട്ടാൽ, തമാശയായി അവൻ ആ ദേശത്ത് അവൻ നിന്ദിതനും അപമാനിതനുമായി മാറിയാൽ, ആ ദേശത്തിൻ്റെ മേൽ ഇതാ ഒരു കണക്ക് എഴുതപ്പെട്ട് കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ മേൽ ഇതാ ഒരു കണക്ക് എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ലിഖിതത്തിൽ എഴുതപ്പെട്ട പ്രകാരം ആ കുടുംബത്തിൻ്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ, ആ ദേശത്തിൻ്റെ മേൽ നടപടികൾ ആരംഭിക്കും എന്ന് തന്നെ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്.
ഇവിടെ ഇതാ ദൈവം ആമോന്യർ എന്ന് പറയുന്ന ജനത്തിനെ കുറിച്ച് സംസാരിക്കും. ഈ ആമോന്യർ ആരാണ്? അവർ മാമോദിസ സ്വീകരിച്ചവരോ ദൈവത്തിന്റെ ജനത്തിന്റെ ഭാഗമോ അല്ല. ഇസ്രായേൽ ജനം ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ആ ജനം കടന്നുപോയ, ആ ജനം ജീവിച്ചു പോയ അല്ലെങ്കിൽ കടന്നുപോയ വഴികളിലെ, ജീവിച്ച നാട്ടിലെ അടുത്ത് ജീവിച്ചിരുന്ന മറ്റൊരു ജാതിയിൽപ്പെട്ട വംശമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായിരുന്നു ആമോന്യർ. ഒരു വിഭാഗക്കാര് ആമോന്യർ. അവർക്ക് ദൈവത്തെ അറിയാൻ പാടില്ല, അവർക്ക് കർത്താവിനെ അറിയാൻ പാടില്ല. അവർ ഒരിക്കലും കർത്താവിനെയോ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവർക്ക് അതിനെക്കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ജനതയുടെ ഇടയിൽ ഈ ഇസ്രായേൽക്കാർ കുറെ നാൾ താമസിച്ചു. എന്നിട്ട് ഈ ഇസ്രായേൽക്കാർക്ക് നാശമുണ്ടായി, അവർക്ക് തകർച്ചയുണ്ടായി. ദൈവത്തിന്റെ നീതിമാൻ ഒരു തെറ്റ് ചെയ്താൽ ആ സകല തെറ്റിനും അവൻ വിശുദ്ധീകരിക്കപ്പെടും, അവൻ അതിന് പിഴയൊടുക്കേണ്ടി വരും. അത് ദൈവം തന്നെ അത് വിശുദ്ധീകരിക്കും. ദൈവം തന്നെ അതിൻ്റെ കണക്കിന് വേദനയും ദുരിതവും കൊടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം വിശുദ്ധീകരിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ദേശത്ത് ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവർ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു. ദൈവം തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഒരു നിശ്ചിത കാലത്തെ ഒരു താൽക്കാലിക വാസത്തിന് അല്ലെങ്കിൽ ഒരു അടിമത്തത്തിന് അവരെ ദൈവം വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ ഈ ആമോന്യർ എന്ത് ചെയ്യുന്നറിയാവോ? അവര് കടന്ന് കൈകൊട്ടി തുള്ളിച്ചാടി ആനന്ദിച്ച് ആഹാഹാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ആനന്ദിച്ച് ചിരിച്ച്. അത് നമ്മൾ വായിക്കുന്നത് എസെക്കിയേൽ പ്രവചനത്തിൽ 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അതിന് വിശദമായ ചിത്രം കാണാൻ പറ്റും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ആമോന്യർക്കെതിരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക. ആമോന്യരോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ, അതിനെക്കുറിച്ച് ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ, യൂദാ ഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ നീ അതിനെക്കുറിച്ച് ആഹാ ആഹാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതിനാൽ ഞാൻ നിന്നെ പൗരസ്ത്യർക്ക് അവകാശമായി വിട്ടുകൊടുക്കും. അവർ നിന്നിൽ പാളയമടിച്ച് വാസമുറപ്പിക്കും. അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് മേച്ചിൽപ്പുറവും ആമോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നീ അറിയും. ആമോന്യരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ റാബ പട്ടണവും അതുപോലെ മറ്റു നഗരങ്ങളും. കർത്താവ് പറയാണ്, ഞാൻ റാബായെ ഒട്ടകത്തിന്റെ മേച്ചിൽപ്പുറവും ആമോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങളുടെ താവളവുമാക്കും എന്ന് പറഞ്ഞാൽ വിജനമാക്കപ്പെട്ട് പുല്ലും കാടും പേടും തെറിച്ച് അങ്ങനെ വന്യമൃഗങ്ങൾക്കും അങ്ങനെ ജീവജാലങ്ങൾക്കും മേഞ്ഞു നടക്കാൻ പറ്റിയ തകർന്ന ഒരു ഇടമായി അത് രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും നാട്ടിലൊരു നീതിമാൻ നിന്ദിക്കപ്പെടുമ്പോൾ അത് പ്രത്യാഘാതം വിളിച്ചു വരുത്തും. നമ്മുടെ നാടിനെ കുറിച്ച് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുന്ന സംഗതിയുണ്ട്. വിലാപത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുലിഖിതം. ആ നാട് ജെറുസലേം ദേശമാണത്. അത് തകർന്ന് തരിപ്പണമായി ചാരകൂമ്പാരമായി കിടക്കുകയാണ്. ഒരിക്കൽ ലോകത്തിന്റെ റാണിയായിരുന്നവൾ ഇപ്പോൾ തകർന്ന് ചാരകൂമ്പാരമായി കിടക്കുമ്പോൾ അതിന്റെ തകർച്ചയുടെ ഒരു കാരണത്തെക്കുറിച്ച് വിലാപത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അവിടെ പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല. പുരോഹിതന്മാർക്ക് ബഹുമാനം, ശ്രേഷ്ഠന്മാർക്ക് പരിഗണന, ഇത് ഞാനും നിങ്ങളും കൊടുക്കണമെന്ന് ദൈവത്തിന്റെ വചനം എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ആ ലെവലിൽ തന്നെ ഞാനും നിങ്ങൾ കാണണമെന്ന് തന്നെ പുതിയ നിയമവും പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതം എങ്ങനെയോ അല്ലെങ്കിൽ അവരുടെ കയ്യിലെ ചില പാളിച്ചകളോ അവരുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളോ അവരുടെ ചില നോട്ടപ്പിശകുകളോ ചില വിവേകക്കുറവുകളോ നിമിത്തം എനിക്കും നിങ്ങൾക്കും അവരെ നിന്ദിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് വിട്ടു തന്നിട്ടില്ല. അവർക്ക് നമ്മുടെ ഇടയിൽ അവർക്ക് നോട്ടപ്പിശക് ഉണ്ടാകട്ടെ, അബദ്ധങ്ങൾ ഉണ്ടാകട്ടെ, പാളിച്ചകൾ ഉണ്ടാകട്ടെ, ദുഃഖദുരിതങ്ങൾ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ എന്തു തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യത്തിനും അവരുടെ സകല പ്രവൃത്തികൾക്കും അവരുടെ സകല വിചാരങ്ങൾക്കും അവരുടെ സകല നടപടികൾക്കും അവരെ വിളിച്ച ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവരെ സകല കാര്യത്തിനും
ദൈവം അവരെ ന്യായം വിധിക്കും എന്ന് വിചാരിച്ച് ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ദൈവം നീതീകരിച്ച ഒരു നീതിമാനെ അപമാനിക്കാനോ നിന്ദിക്കാനോ ദൈവമായ കർത്താവ് അനുവാദം നൽകുന്നില്ല. എൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ ദേശത്തോ നമ്മുടെ സഭാ കൂട്ടായ്മകളിലോ ദൈവം നീതീകരിച്ച ഒരു ദൈവദാസൻ ഒരു ദൈവദാസി അപമാനിക്കപ്പെടാനോ നിന്ദിക്കപ്പെടാനോ ഇടവരാതെ ഞാനും നിങ്ങളും നോക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവം തെരഞ്ഞെടുത്ത സമൂഹം, അത് പ്രാർത്ഥനാ ഗ്രൂപ്പാകട്ടെ, അത് ഇടവക സമൂഹമാകട്ടെ, അത് രൂപതകളാകട്ടെ, അത് ദൈവത്തിന് തിരുസഭയാകട്ടെ, ദൈവം നീതീകരിച്ച ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഉടമ്പടി ജനം, ആ ജനത്തെ ഞാനും നിങ്ങളും മാനിക്കണം. ഹല്ലേലൂയ. ബഹുമാനിക്കണം. ഉടമ്പടി ജനത്തെ ബഹുമാനിക്കണമെന്ന് സകല ജാതികളോടുമായി ജീവിക്കുന്ന ദൈവം തന്നെ നിത്യമായ വചനത്താൽ ഇത് കൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആമോന്യർ ദൈവത്തെ അറിയുന്നവരോ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നവരോ വചനമുള്ളവരായിരുന്നില്ല. അവര് ഇസ്രായേൽക്കാർ, അവരുടെ ഇടയിൽ ഇസ്രായേലർ ജീവിച്ചപ്പോൾ ഇസ്രായേലർക്ക് തകർച്ച ഉണ്ടായപ്പോൾ ആഹാ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിച്ച്, പക്ഷേ അങ്ങനെ പരിഹസിച്ചപ്പോൾ പിന്നീട് ആമോന്യരുടെ മേൽ തകർച്ച വന്ന് നിപതിക്കുകയാണ്. 25-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആനന്ദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരം ഉയർത്തുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ കർത്താവിൻ്റെ കരം ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇന്നലകളിൽ ദൈവം നീതീകരിച്ചവരെ അവരുടെ തകർച്ചയുടെ കാലത്ത് ഞാൻ ഹൃദയം കൊണ്ട് ഗൂഢമായി ആഹ്ലാദിച്ച് ചിരിച്ചതാണോ എന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു ദൈവത്തിൻ്റെ ദാസനോ ദാസിക്കോ ദൈവത്തിൻ്റെ ജനത്തിനോ ദൈവത്തിൻ്റെ സമൂഹത്തിനോ സഭയ്ക്കോ രൂപതയ്ക്കോ ഇടവകയ്ക്കോ കോൺഗ്രിഗേഷനോ തകർച്ചയോ തളർച്ചയോ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഗൂഢമായി ഞാൻ ആഹ്ലാദിക്കാൻ പാടില്ല. അവർക്ക് അങ്ങനെ വരണം, അല്ലെങ്കിൽ അത് വരേണ്ടതായിരുന്നു, ഇത് പണ്ടേ കിട്ടേണ്ടതായിരുന്നു, ഒരെണ്ണം ആവശ്യമായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആഹ്ലാദിക്കാനോ ചിന്തിക്കാനോ അങ്ങനെ അതിൽ അവർക്ക് വരുന്ന തകർച്ചയിൽ ഗൂഢമായി ആനന്ദിക്കാനോ ദൈവമായ കർത്താവ് അനുവദിക്കുന്നില്ല. സുഭാഷിതങ്ങൾ 24:17 ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്, അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത്. ഒരുപക്ഷെ നീതിമാൻ എനിക്ക് നിങ്ങൾക്കും എതിരെ നിലകൊണ്ടവനായിരിക്കാം, ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കും എതിരെ വിധിവാദം ഉച്ചരിച്ചവനായിരിക്കാം എന്ന് വിചാരിച്ച് ഒരു വീഴ്ച വരുമ്പോൾ അവർ തട്ടി വീഴുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, പണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ, ആഹ്ലാദിക്കരുത്. കാരണം ഈ ഒരു ആഹ്ലാദം നമ്മുടെ നേരെ ദൈവത്തിന്റെ കരം ഉയരാൻ കാരണമാകുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, എന്നാൽ കർത്താവ് അവയിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കും. ദൈവത്തിന്റെ ജനം താൽക്കാലികമായി അപമാനത്തിനും നിന്ദനത്തിനും പീഡനത്തിനും വിട്ടുകൊടുക്കപ്പെട്ടാലും കർത്താവ് വേഗം വന്ന് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് സകല ജനതകളോടും സങ്കീർത്തന പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവഭക്തനോട് ആദരം കാണിക്കണം. ദൈവഭക്തനോട് ആദരം കാണിക്കുന്ന ഒരു സ്വഭാവം ശീലമാക്കണം. നമ്മുടെ നാട്ടുപുറങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരും പറയുന്ന ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. വളരെ സത്യമാണത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, സ്വർഗത്തിലെ ദൈവത്തിന് മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ദേശത്ത്, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ, നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഏതെങ്കിലും കർത്താവിൻ്റെ നീതിമാൻ ദുഃഖിക്കുകയോ വേദനിക്കുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അതിന് ഉത്തരവാദികളാണ്. കർത്താവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ഉയരുന്നതിന് മുമ്പേ അനുതപിക്കണം. ദൈവത്തിൻ്റെ കരം ഉയരുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയണം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവമക്കൾക്ക് ദൈവം തെരഞ്ഞെടുത്തവരെ ആദരിക്കാനും അവരെ മാനിക്കാനും എന്നും അവരെ സ്നേഹിക്കാനും അഭിഷേകം കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അവർ തട്ടി വീഴുമ്പോൾ ഗൂഢമായി ആഹ്ലാദിക്കുന്ന ആ ദുഷ്പ്രേരണയിൽ നിന്ന് ഇപ്പോൾ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
Jesus. തിരൂപനേശുവേ കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ ജീവിതം ധന്യമാക്കുവാൻ. അറിയില്ലൻ ദൈവമേ അപരാധങ്ങളെത്രയോ ചെയ്തു പോയി, ഘോരമാം പാപങ്ങൾ ക്ഷമിക്കണേ. ഓസ്തിരൂപനേശുവേ കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ ജീവിതം ധന്യമാക്കുവാൻ. ആത്മാവിൽ നിറയുക നീ, അതിരില്ലാ സ്നേഹമോടെ അലിവോടെ അണയുക നീ. ഈശോ എൻ്റെ മാനസേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 തിരുലിഖിതം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ ഓരോ കണ്ണുനീരും പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സങ്ങളുള്ളവർ കരഞ്ഞ് നിലവിളിക്കുക. ഓരോ തരത്തിലുള്ള തടസ്സങ്ങളാൽ ബിസിനസ് തകർന്നു, കൃഷി തകർന്നു, വരുമാന മാർഗം തകർന്നു, ഉപജീവന മാർഗങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി, കടബാധ്യതയിൽ കുടുങ്ങി സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിനെ നാമം ഉറക്കെ വിളിക്കട്ടെ. പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ രക്ഷിതാവായി യേശുവിനെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ കർത്താവേ, ഇന്ന് ഈ നിമിഷം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് ഓരോ വേദനകളും ഹൃദയത്തിൽ നിന്ന് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേൽ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തളർന്നവർ യേശുവിന്റെ നാമത്തിൽ പുതുജീവൻ പ്രാപിക്കട്ടെ. തടസ്സങ്ങളിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. രോഗികളായ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ആത്മാവിൽ നിറയുക നീ, അതിരില്ലാ സ്നേഹമോടെ അലിവോടെ അണയുക നീ. ഈശോ എൻ്റെ മാനസേ. ഹല്ലേലൂയ മാറാനാഥാ. Lord Jesus. എനിക്ക് കുറേ കാലമായിട്ട് എൻ്റെ ഒരു കണ്ണടച്ച മറ്റേ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഫുൾ ഷെയ്ഡായിരുന്നു. അപ്പം കാണാൻ പറ്റാത്ത ഒട്ടും കാണത്തില്ല, ഒട്ടും കാണില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരാധനയുടെ സമയത്ത് ബെഞ്ചിന് പ്രാർത്ഥന, ആദ്യത്തെ ദിവസം ഞായറാഴ്ച ദിവസം ബെഞ്ചിന് പ്രാർത്ഥന സമയത്ത് അച്ഛന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു കുട്ടിയുടെ ഒരു കണ്ണ് സുഖപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കണ്ണടച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫുൾ ക്ലിയർലി കാണാം. ക്ലിയർ ആയിട്ട് പറ. കഴിഞ്ഞ ഡിസംബറിൽ ഇവന് ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് സിലിണ്ടറിക്കൽ -7, വിഷൻ എഴുതിയിരിക്കുന്നത് 6/36, മറ്റേത് 6/6 നോർമൽ.
എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 5 തുള്ളി മരുന്നുകളും മറ്റു ടാബ്ലറ്റ്സ് ഉപയോഗിച്ചു, ഒരു കുറവുണ്ടായില്ല. സെഹിയോനിലേക്ക് ടിക്കറ്റ് കിട്ടി, റിസർവേഷൻ കിട്ടി അന്ന് ഇവൻ ഈ കണ്ണാടി പൊട്ടിച്ചു കളഞ്ഞു. ഈ കണ്ണാടി അതായത് എക്സസൈസിനുള്ളത് 5 മണിക്കൂർ ഈ ഇത് വെച്ച ഒരു കണ്ണടച്ച് എക്സസൈസ് ചെയ്യണം. എന്നിട്ട് അത് പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത കണ്ണാടിയും പൊട്ടിച്ചു. അപ്പൊ അങ്ങനെ കണ്ണാടിയുടെ ആവശ്യമില്ലാതെ എനിക്ക് മനസ്സിലായി. ദൈവം ഇടപെട്ടു. അതുകൊണ്ട് കണ്ണിന് കാഴ്ച ലഭിച്ചു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. അല്ലേ വിശ്വാസത്തോട് വന്ന് അത്ഭുതകരമായി തോട്ടെ. ഇപ്പൊ മോനെ എല്ലാം വായിക്കാൻ പറ്റണ്ടോ? ആണോ? ഒന്ന് വായിക്കാം. സെഹിയോൺ റിട്രീറ്റ് സെന്റർ, താവളം, ഫോൺ 0492425333. അത്ഭുതകരമായ സൗഖ്യല്ലേ ഇത്? 536 കാര്യങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ദൈവമേ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടുന്നു. ഗ്ലോറി ഗ്ലോറി. ദൈവമേ